ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വീണ്ടും ഇന്ന് വടക്ക് ഡയറക്ഷനെ പറ്റി, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് വടക്ക് ഡയറക്ഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് വടക്ക് കിഴക്ക് വടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഖണ്ഡത്തിൽ വടക്കേ ഭാഗം, എക്സാക്റ്റ് നമ്മൾ വീട്ടിൻ്റെ വടക്കല്ല, വടക്ക് കിഴക്കേ ഭാഗത്തിൻ്റെ വടക്കേ ഭാഗം. അതായത് നമ്മളൊരു 45 ഡിഗ്രി ലൈൻ വരച്ച്, ഞാൻ 22 ഡിഗ്രി ലൈനും കൂടെ വരച്ച് കഴിഞ്ഞാൽ കൃത്യം വടക്ക് കിഴക്കിൻ്റെ വടക്ക് കിട്ടും. നമ്മൾ അപ്പോൾ ഒരു ജനറൽ റൂളായിട്ട് നമുക്ക് വടക്ക് കിഴക്കെന്നങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും സാധനങ്ങൾ ക്ലട്ടേഡായിട്ട് കൂട്ടിയിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണെന്ന് നേരത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ചില കാര്യങ്ങൾ വന്നാൽ, ഈ ഭാഗത്ത് വന്നാൽ വളരെ വിരുദ്ധമായിട്ടുള്ള ഫലങ്ങൾ വരികയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണത്തിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ്. നമുക്ക് ശീലമുണ്ട്, ഈ മെഡിസിൻസൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും പോലും നമ്മൾ നോക്കില്ല, എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കും. അതിനെ ഇങ്ങനെ കുറേ കഴിഞ്ഞതിന് ആവശ്യം എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ കൊണ്ട് വയ്ക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഒന്നും നോക്കാതിരിക്കുകയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നതായിട്ട്. ഇപ്പോൾ മോഡേൺ വാസ്തുവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ട്രഡീഷണൽ വാസ്തു മാത്രമല്ല, മോഡേൺ വാസ്തുവിൽ നടക്കുന്ന ഒരു റിസർച്ചുണ്ട്, ഒരു പ്രാക്ടിക്കൽ, നമ്മളെന്താ പറയുന്നത്, ഒരുപാട് കേസ് ടു കേസായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഇൻഫർമേഷൻസ് ഒരു സ്റ്റഡിയുടെ പുറത്ത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻസെക്റ്റ് കില്ലേഴ്സ് പോലുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ ഹിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസെക്റ്റിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്ന കെമിക്കലായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. അതായത് ഉദാഹരണത്തിനാണ് ഞാൻ ഹിറ്റ് എന്നൊരു പറഞ്ഞത്. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻസെക്റ്റ് കില്ലേഴ്സായിട്ട്. ഒരുപാട് പെസ്റ്റ് കൺട്രോൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവച്ചാലും ഇതേ പ്രശ്നങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. കാരണം നമുക്കാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. അതിനെ കൊല്ലാനായിട്ട് നമ്മൾ കൊണ്ട് വയ്ക്കുന്നതാണെങ്കിലും അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഷൂസ് നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള ഷൂസ്, കഴുകാതെ വൃത്തികേടായി കിടക്കുന്ന ഷൂസ് പോലുള്ള കാര്യങ്ങൾ, ചെരുപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും വടക്ക് കിഴക്കേ ഭാഗത്ത് കൊണ്ടിടാൻ പാടില്ല. വടക്ക് കിഴക്കേ ഭാഗത്തോ അതിന് വടക്ക് കിഴക്കിൻ്റെ വടക്ക് ഭാഗത്തോ ഒരു കാരണവശാലും വരാൻ പാടില്ല. പിന്നെ നമുക്ക് ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഇപ്പം പല കാര്യങ്ങൾ പറയില്ല, നമ്മൾ പറയും ഫിനോളൊന്നും അങ്ങനെ എന്തൊക്കെ പറയുന്നില്ല, പിന്നെ ചില സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഫ്ലോർ ക്ലീനേഴ്സ് ആയിട്ടുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല. ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനാണെങ്കിൽ, നമുക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗം, അല്ലെങ്കിൽ വടക്ക് കിഴക്കിൻ്റെ വടക്ക് ഭാഗത്തൊക്കെ ഒരുപാട് സൺലൈറ്റ് വരേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളതിന് ഇപ്പോൾ വിൻഡോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, വിൻഡോ അധികം ഇല്ല, നമുക്ക് സൺലൈറ്റ് ക്ലിയറായിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കണ്ണാടി കൃത്യമായി വച്ച് സൺലൈറ്റിനെ അവിടെ കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങൾ അതിനെ ഒരു പ്രത്യേക രീതിയിൽ കണ്ണാടികളെ സജ്ജീകരിച്ച് അതിലൂടെ പ്രകാശത്തിനെ അകത്ത് കൊണ്ടുവരുന്ന രീതിയിലെങ്കിലും ഈ വടക്ക് ഭാഗത്ത് ഒരുപാട് സൺലൈറ്റ് വരാനായിട്ട് നിങ്ങൾ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതും വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വടക്ക് ഭാഗത്ത് ഒഴിവാക്കുക, നല്ല ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളിൽ എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.